ഹായ്, ഞാൻ സാന്ത്വന. ബ്രില്യനിലെ റിപ്പീറ്റേഴ്സ് 2024 P18 ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ നീറ്റ് 2024 എക്സാം എനിക്ക് നന്നായിട്ട് എഴുതാൻ സാധിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ ബ്രില്യൻ്റെ റോള് വളരെ വലുതായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സ്കോർ നല്ല കുറവായിരുന്നു. അതിനേക്കാൾ ഒരു 350 മാർക്ക് എനിക്ക് കൂട്ടാൻ സാധിച്ചത് ബ്രില്യനിലെ ക്ലാസ്സസ്, അവിടുത്തെ എക്സാംസ്, എൻ്റെ ക്ലാസ് ടീച്ചർ ലക്ഷ്മിപ്രിയ മിസ്സായിരുന്നു. മിസ്സിൻ്റെ സപ്പോർട്ടൊക്കെ കൊണ്ട് മാത്രമാണ്. അവിടുത്തെ ബ്രില്യനിലെ ക്ലാസ്സസ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രോസസ്സ് നമുക്ക് കൺസെപ്റ്റ് നല്ല രീതിയിൽ ക്ലിയർ ആക്കി തന്നിട്ടാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതുപോലെ അവിടുത്തെ ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ക്ലാസ് ടീച്ചറൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലാസ്റ്റത്തെ മോഡൽ എക്സാംസിൻ്റെ ടൈമിലൊക്കെ മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുന്നേയും അതുപോലെ മോഡൽ എക്സാം കഴിഞ്ഞൊക്കെ ജോർജ് സാർ ഞങ്ങളടുത്ത് സംസാരിച്ച് ഞങ്ങളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങളെ നന്നായിട്ട് ഹാപ്പി ആക്കി വെക്കുമായിരുന്നു സാറ്. അതുപോലെ തന്നെ ബ്രില്യനിലെ ക്യാമ്പസ് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ആയാലും ക്രിസ്മസ് ആയാലും ഫെയർവെല്ലൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ലാസ്റ്റ് ടൈമിലൊക്കെ ഞങ്ങൾ ഹോസ്റ്റലിൽ എല്ലാവരും നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ആ ജസ്റ്റ് സാറ് ഹോസ്റ്റലിലോട്ട് വന്ന് സാറെന്ന് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ച് ഞങ്ങൾക്ക് തന്ന ആ ഒരു ധൈര്യം, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ ആ ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോയത്. അതുപോലെ ബ്രില്യനിലെ ലൈബ്രറി ഫെസിലിറ്റീസും ലേണിംഗ് ആപ്പൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രില്യനിലെ ക്ലാസ് ടീച്ചേഴ്സിനും കോർഡിനേറ്റേഴ്സിനൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി സംസാരിക്കുമായിരുന്നു. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് എൻ്റെ ക്ലാസ് ടീച്ചറെ അടുത്ത് പറയുമായിരുന്നു. മിസ് എപ്പോഴും അതിനൊരു സൊല്യൂഷനും കണ്ടെത്തി തരാറുണ്ട്. അതുപോലെ എൻ്റെ കോർഡിനേറ്റേഴ്സ് ബിജു ജെയിംസ് സാറ്, അനീഷ് സാറൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ബ്രില്യനിലോട്ട് വരുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, ബ്രില്യൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ മാക്സിമം ടെൻഷനൊക്കെ മാറ്റി വെച്ച് മുന്നോട്ട് പോവുക. ഇപ്പം എനിക്കും ആ ലാസ്റ്റ് മൊമെൻറ്റിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ അടിച്ച് കുറച്ച് സമയമൊക്കെ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ വരുന്നത് വരട്ടെ, മുന്നോട്ട് പോകാം. ഇനി എന്തെങ്കിലും മാർക്ക് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് കുറച്ച് സ്കോർസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ടെൻഷനൊക്കെ മാറ്റി വെച്ച് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ച് ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. മാർക്ക് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. സെൽഫ് ഡൗട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഹാർഡ് വർക്ക് ഒരിക്കലും വെറുതെ ആവില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ അടുത്തും കോർഡിനേറ്റേഴ്സിൻ്റെ അടുത്തും ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ഒക്കെ സംസാരിക്കുക. അവർക്ക് എന്തായാലും നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി തരാൻ പറ്റും. അങ്ങനെ അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.